CMR എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ ഹർജിയിൽ CMR ഉടമയ്ക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് കോടതി അയച്ചിരിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേലാണിപ്പോൾ ഈ നടപടി വരുന്നത്. നോട്ടീസാണിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഹർജി മെയ് 27 വീണ്ടും പരിഗണിക്കും. ബിനിലുണ്ട്. ബിനിൽ, എന്താണ് വിവരങ്ങൾ? കോടതി നടപടി അനുസരിച്ച് ഇനി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അറിയിക്കണം. മുഖ്യമന്ത്രിക്കും മകൾക്കുമാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് വരുന്നത്. ബിനിൽ, ഈ കേസ് അല്പം മുമ്പാണ് കോടതി പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വന്നത്. ഇതിൽ SFIO അന്വേഷണവും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം CMR എക്സാലോജിക് ഇടപാടിൽ വേണം എന്നതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും എതിർകക്ഷികളാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ മുന്നിലുള്ള മുഴുവൻ എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഫയലിൽ സ്വീകരിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് അവരുടെ ഭാഗം കൂടി കേൾക്കുക എന്നതാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ എതിർകക്ഷികളായി മുഖ്യമന്ത്രിയും മകളും കേന്ദ്ര സർക്കാർ, CBI, SFIO തുടങ്ങിയ എതിർകക്ഷികളുണ്ട്. എല്ലാവർക്കും നോട്ടീസ് അയക്കുകയാണ്. മെയ് 27 ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ അത് കൈമാറാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഹർജിയിൽ ഈ CMR എക്സാലോജിക് ഇടപാട് അതിലേക്ക് ചുരുക്കിയാണ് ഈ ഹർജി കോടതിയുടെ മുന്നിലേക്ക് വന്നത്. പക്ഷേ കോടതി അതിനപ്പുറത്തേക്ക് ഒരല്പം കൂടി കടന്നുകൊണ്ട് ഈ റിപ്പോർട്ടിൽ എന്താണ് ആസച്ചുള്ളത്, ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ആർക്കൊക്കെതിരെ പറയുന്നു, ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക എന്നതിലേക്ക് കോടതി പോകുന്നുവെന്ന് വേണം നമുക്ക് ഈ ബോർഡ് റിപ്പോർട്ടിലെ പരാമർശിക്കുന്ന മുഴുവൻ പേരുടെയും വിശദാംശങ്ങൾ എന്ന് പറയുമ്പോൾ കോടതിക്ക് മുൻപാകെ എത്തുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഒരു ക്ലാരിറ്റി തേടലിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? പ്രതീക്ഷ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു കേസ് CBIക്ക് കൈമാറാൻ കഴിയുമോ? അതായത് ഒരു ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അന്വേഷണം സാധ്യമാണോ? ഇപ്പോഴൊരു SFIOയുടെ അന്വേഷണം നടന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യകതയുണ്ടോ എന്നതാണ് കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ ഈ എക്സാലോജിക്കിന്റെയും CMRന്റെയും ആ ഇടപാട് മാത്രമല്ല, ആ റിപ്പോർട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് നമുക്ക് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേര് വിവരങ്ങളൊക്കെ ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടി കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ആ റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റാളുകൾ ആരൊക്കെ എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 27 ഈ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത കോടതിക്ക് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കേണ്ടി വരും. എന്തായാലും SFIOയുടെ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും അതിൽ കുറ്റം ചുമത്തുകയും ഒക്കെ തന്നെ ചെയ്ത വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, SFIOയുടെ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയ നടപടിയിൽ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് കോ മാത്രമാണ് സിംഗിൾ ബെഞ്ച് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഹർജിക്കാർ, അതായത് CMRൽ സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിട്ടില്ല എന്ന കാര്യം പ്രത്യേകം രേഖപ്പെടുത്തണം എന്ന ആവശ്യവും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ L സുന്ദരേശൻ കോടതിയിൽ പറയുകയും അത് ഉത്തരവിന്റെ ഭാഗമായി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് പിന്നിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിലവിൽ, പിന്നീട് EDക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുവടുവയ്പും അതിന്റെ പരിശോധനകളിലേക്ക് കടക്കാം. അതിന്റെ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു CBI അന്വേഷണത്തിന്റെ അനിവാര്യത വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ഈ കുറച്ചുകൂടി ആ റിപ്പോർട്ട് മുഴുവൻ അല്ലെങ്കിൽ അതിലെ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ തേടുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് തേടുകയാണോ ഈ CBI അന്വേഷണത്തിന്റെ കോടതി ഇപ്പോൾ പ്രാഥമികമായി ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞുവല്ലോ, മുഖ്യമന്ത്രിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ അധികാരശേഷി അടക്കം ദുരുപയോഗം ചെയ്തു എന്നടക്കം പിന്നീട് ഈ ചുരുക്കപ്പേരുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലെ ഇത്രയും കോടി കണക്കിന് പണത്തിന്റെ, അപ്പോൾ ഇതിലൊക്കെ ഒരു ഗ്രൗണ്ട് കൂടി തേടുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്, അല്ലേ ബിനിൽ?
പ്രതീക്ഷ കോടതിക്ക് മുന്നിൽ ഇന്ന് ആദ്യമായി വാദത്തിന് വരുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ളവർക്കെതിരെ ഒരു CBI അന്വേഷണം, അതായത് ഇതിലൊരു അഴിമതിയുടെ വശമുണ്ട് എന്നതുകൊണ്ടാണ് CBI അന്വേഷണം ഈ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോടതി ഒരല്പം മുന്നോട്ട് പോയിരിക്കുന്നു. അതായത് ഈ രണ്ട് വ്യക്തികളും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലെ ആർക്കൊക്കെ എതിരെ പരാമർശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ ആരൊക്കെ വിവരങ്ങളുണ്ട്, അതെല്ലാം പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കോടതി അല്പം കൂടി ഇതിന്റെ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങളെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ കോടതി ഇപ്പോഴും ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിലെ അന്തിമ തീർപ്പ് എന്ത് എന്നത് നമുക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ വസ്തുത എന്തൊക്കെയാണ് കോടതിക്ക് മുന്നിലേക്ക് ഈ SFIOയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതിന്റെ വസ്തുതകൾ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്